ഇനി മൂന്നാമത്തെ ഇതേ ഉള്ളൂ. ചേട്ടനൊരു റിസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ റിസ് എന്താണെന്ന് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ജെൻസി കുട്ടികൾ സുലഭമായിട്ട് ഉപയോഗിക്കുന്ന ചേട്ടൻ ആ റിസ് ഉണ്ട്. ഞാൻ 80 കിഡ്സ് അല്ലല്ലോ, ജെൻസി അല്ലല്ലോ, ഞാൻ തന്ത വൈബ പറഞ്ഞതാ. റിസ് എന്ന് ഒന്നുമില്ല കേട്ടോ, ഓറ. ആ ഒരു കാണുമ്പോൾ ഒരു ഭയങ്കര ഭംഗി, ഒരു നമ്മൾ അട്രാക്ട് ചെയ്യുന്ന ഒരു ഭംഗിയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇറ്റ്സ് എ നൈസ് വേർഡ്. ഓക്കെ, ഇത്രയുള്ള അവരുടെ ചോദ്യം. ഇനി ചോദിക്കാനുള്ള 90s വസന്തത്തിൻ്റെ ചോദ്യമാണ്, വേറൊന്നുമില്ല. മലയാള സിനിമയിൽ ഇപ്പം പൊളിറ്റിക്കൽ ഒരു കാലം കൂടിയാണല്ലോ, ഇപ്പം പലവരും പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നു. കുറച്ച് വകുപ്പുകൾ പറയാം. മലയാള സിനിമയിൽ നിന്ന് ഈ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഇവരാണ് പ്രാപ്തരെന്ന് സാധിച്ചേണ്ട തോന്നിയത്. ഇപ്പൊ നാട്ടിൽ ഇനി ഇറങ്ങി നടക്കാൻ പറ്റില്ല. ഇനിയിപ്പോ അടുത്ത ചോദ്യം പിന്നെ സിനിമയിൽ നിന്ന് എങ്ങനെ പുറത്താക്കാന്നുള്ളത്. അയ്യോ ഇല്ല, ഓക്കെ പോരട്ടെ. ഓക്കെ, ഇനി ആഭ്യന്തരം. ഇന്ന താരം ചെയ്താൽ ആഭ്യന്തരം പൊളിക്കും എന്ന് തോന്നിയ ഒരു താരം, അവരുടെ ഒരു നമ്മളിതൊരു വളരെ ഫണ്ണി ആയിട്ട് ഒരു ഇമാജിനേഷനേ ഉള്ളൂ. അവരുടെ ഒരു മൊത്തത്തിൽ ഒരു നടപ്പും എടുപ്പും അവർ മമ്മൂക്ക ആഭ്യന്തരം പൊളിക്കും. ബാക്കി എനിക്കുള്ള ഞാൻ പറഞ്ഞു. ടൂറിസം, ചേച്ചി ടൂറിസം വകുപ്പാണ്. ടൂറിസം എന്ന് പറയുമ്പോൾ അറിയാലോ, നമുക്ക് ഈ ഭയങ്കരമായിട്ടും നമ്മുടെ കേരളത്തിൻ്റെ ഒരു പവർ എലമെൻറ്റും കൂടെയാണ് ടൂറിസം. ഇന്നാൾ ടൂറിസം വകുപ്പ് ചെയ്താൽ കുറച്ച് ഭംഗിയാവും എന്ന് തോന്നിയ ചേച്ചിക്ക് ഒരു താരം. പിഷാരടി. അവനാകുമ്പോൾ കാര്യങ്ങൾ, അവന് വേൾഡ് ടൂർ ഒരുപാട് പോയിട്ടുള്ള, അവന് കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും ടൂറിസം ആണെങ്കിൽ. ഓക്കെ, ഇനി ഭക്ഷ്യവകുപ്പ്. ഭക്ഷ്യവകുപ്പ് ഇന്നയാളുടെ കയ്യിൽ ഭദ്രമാണെന്ന് തോന്നുന്ന ഒരു താരം. അബു സലീം. അബു സലീമൊക്കെ കറക്റ്റ് ആയിരിക്കും. കാരണം ഞങ്ങൾ അമർ അക്ബറിൻ്റെ ഷൂട്ട് നടക്കുമ്പോൾ എല്ലാ ദിവസവും പറയും, അത് നമുക്ക് പുറത്തു പോയിട്ട് ബീഫ് തിന്നാം. ബീഫിൻ്റെ ആൾക്കാരെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ചേട്ടാ നമുക്ക് നമുക്ക് അടുത്ത ദിവസം പോകാം. അപ്പോൾ ഈ കഴിയുമ്പോൾ ബീഫ് തീരുന്ന സമയം 3 മണിയൊക്കെ ബ്രേക്ക് പറഞ്ഞാൽ നമുക്ക് കിട്ടില്ല. ഒരു ദിവസം 12 ബ്രേക്ക് പറഞ്ഞ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നു, കൊച്ചി പോയി ബീഫ് അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ്, അത് ഒരു ബീഫ് തിന്നാന്നല്ല, 1.5 കിലോ 2 കിലോ തിന്നാന്നായി പറയണത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വണ്ടിക്ക് നേരെ പോകണം. ഒരു കോളനിയുടെ ഉള്ളിലല്ലേ അമർ അക്ബർ ഷൂട്ട് നടക്കണം. അവിടെ നിന്ന് തിരിഞ്ഞ് വരുമ്പോൾ ഒരു ഇക്ക അവിടെ നിന്ന് ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ട്, അപ്പോൾ സലീം അബൂക്ക വണ്ടി ഗ്ലാസ് എടുത്തിട്ട്, ഇക്ക ഇവിടെ അടുത്തെവിടെ നല്ല ബീഫ് കിട്ടണടാ, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് തിന്നാണ്, ഞാൻ കടയിലൊന്നും പോയി തിന്നാറില്ല, അന്വേഷിക്കാൻ. പുള്ളി എനിക്ക് പറഞ്ഞാൽ വീട്ടിൽ ചമ്മന്തിയായിട്ട് വഴക്കിട്ട് വന്നാന്ന് തോന്നുന്നു. ഊടുപാട് ചീത്ത അടങ്ങ പോയി. അപ്പം ഇക്കെന്നെ നോക്കിയിട്ട്, ഞാൻ പുള്ളിയുടെ ഇറച്ചിയല്ലല്ലോ ചോദിച്ചത്, ഇതിന് മാത്രം ചൂടാവാനെന്ന്. അപ്പം അതിൻ്റെ ഭക്ഷ്യവകുപ്പും അബു സലീമാണെങ്കിൽ. ഇനി വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം ആരുടെ കയ്യിലായിരിക്കും? കുറച്ച് കാണാൻ അത് എൻ്റെ കയ്യിലായിരിക്കും കറക്റ്റ്. അത് ചെയ്താൽ ഞാനായിരിക്കും. കാരണം ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് 10ാം ക്ലാസ് വരെ പഠിച്ചപ്പോഴത്തേക്ക് എല്ലാ ക്ലാസ്സുകളും കൂടെ കൂട്ടിയിട്ടാണ് ഇംഗ്ലീഷിന് 10 മാർക്ക് കിട്ടിയത്. എല്ലാം കൂടെ കൂട്ടറായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പഠിച്ചിരിക്കുന്ന സമയത്ത് പരീക്ഷ എഴുതുമ്പോൾ ഞാനൊക്കെ വെണ്ടക്ക അക്ഷരത്തിൽ എഴുതണം. അത് കാരണം 3 പേപ്പർ അങ്ങനെ മേടിച്ചില്ല, ടീച്ചർ വഴക്ക് പറയും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എഴുതിയിട്ട് ഞാനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരുത്തുണ്ട്, മിടുക്കനാവും പഠിക്കാൻ. ടീച്ചർ പേപ്പർ. അപ്പോൾ ടീച്ചർ കൊണ്ടുവന്ന് പേപ്പർ കൊടുക്കും, അത് എഴുതി 5 ടീച്ചർ പേപ്പർ വീണ്ടും കൊണ്ടുവന്ന് 10-15 പേപ്പർ മേടിച്ച് എഴുതുക. അപ്പം ഞാനിവനെ നോക്കണ്ട, ദൈവമേ ഇവന് കിട്ടിയ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലേ എനിക്ക് കിട്ടിയത്. അവസാനം പേപ്പർ കൊണ്ടുവന്ന് ടീച്ചർ ക്ലാസ്സിൽ എല്ലാവർക്കും തരുക. അപ്പം എന്നെ കിട്ടിയിട്ട് ഇതായിരിക്കുന്നു അങ്ങനെ കൊണ്ടുവന്ന് തന്നെ മാർക്കൊന്നും നോക്കണ്ട, അത് നമുക്കറിയാതെ. എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ട് ടീച്ചർ വെച്ച് ഇനി ആർക്കെങ്കിലും പേപ്പർ കിട്ടാണ്ട. അപ്പം മറ്റേ ടീച്ചർ എനിക്ക് കിട്ടിയില്ല. ടീച്ചർ മറ്റേ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെയും കൊച്ചുങ്ങളുടെയും കാര്യം നോക്കണം. അവൻ എഴുതി വെച്ചാൽ കോപ്പ് 3 മാർക്കാണ് 15 പേപ്പർ എഴുതിയിട്ടേ. ഭയങ്കര എഴുത്തുകാരൻ. അപ്പം ടീച്ചർ മനസ്സിലാക്കണ്ട, ഞങ്ങളൊക്കെ ഭയങ്കര ഭാഗ്യം ചെയ്ത് കുട്ടികൾ. കാരണം 3 പേപ്പറിൽ ഞാൻ എന്താ കഥ വരെ എഴുതിയിട്ടുണ്ട് പ്രീ ഡിഗ്രി പഠിക്കുമ്പോൾ. എനിക്ക് താല്പര്യമോ ഇല്ലാത്ത വിഷയമാണ് പരീക്ഷ. മൊത്തത്തിൽ ഞാൻ അവിടെ നിന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ക്ലാസ്സിൽ പിള്ളേർ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം ഇറങ്ങി വഴക്കുറയുമല്ലോ. അത് ആരെങ്കിലും ഇറങ്ങി കഴിഞ്ഞാൽ അപ്പം കഴിഞ്ഞു ടീച്ചറെ എന്നിട്ട് ഞാൻ പോകും. എന്നിട്ട് റിസൾട്ട് നോക്കാനൊന്നും പോകില്ല. പിന്നെ അച്ഛനോടുള്ള ബന്ധമൊക്കെ കൊണ്ടിട്ട് എന്നെ ജയിപ്പിച്ച് വിടണമെന്ന് തോന്നുന്നു ഓരോ ക്ലാസ്സിൽ. പ്രീ ഡിഗ്രിക്ക് പരീക്ഷ എഴുതിയിട്ടുണ്ട്, ഞാൻ ക്ലാസ്സിലൊന്നും കയറില്ലായിരുന്നല്ലോ, മിമിക്രി മറുപടി നടക്കുക. അപ്പോൾ ആദ്യമേ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആവറേജ് മാർക്ക് എനിക്ക് എല്ലാത്തിനും A ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരുന്നുണ്ട്. എല്ലാ ആബ്സെൻറ്റിൻ്റെ ഒറ്റ പരീക്ഷ ഞാൻ എഴുതിയില്ല. സത്യമായിട്ട് ഞാൻ എഴുതിയില്ല പരീക്ഷ. ഇന്ത്യൻ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നീ സ്റ്റൈഫൻഡ് മേടിക്കാൻ മാത്രമായിട്ട് വന്നല്ലടാ, ഉപ്പുമാവിന് വരുന്നല്ലേ എന്ന് ചോദിക്കുന്നു അല്ലേ. എനിക്കിഷ്ടമല്ല വിദ്യാഭ്യാസ സാഹചര്യം. അതെൻ്റെ കിട്ടിയ ഭംഗിയായിരിക്കും. കാരണം ഇത് നമുക്ക് കിട്ടാത്തവർക്ക് അതിൻ്റെ വില മനസ്സിലാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പൊളിക്കും. ഇനി ഒറ്റ ഇതും ഞാൻ ചിലതാണ് മനസ്സുകൊണ്ടൊക്കെ ചിരിക്കാറുണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ. അത് നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു സായിപ്പ മദാമ എൻ്റെ മുമ്പിൽ വന്ന ചോദിച്ചു നോക്ക് എങ്ങനെയാന്ന്. ഇംഗ്ലീഷ് കാര്യമായിട്ട് കൈകാര്യം ചെയ്യുമോ ചേച്ചി? ആണല്ലേ.
ഗംഭീരമായിട്ട് പറയും. ഓ അതെ, അതൊരു കഴിവാണ്. പൊട്ടത്തിലുണ്ടെങ്കിലും പറയും ആ ഒരു ധൈര്യം, ഒരു ചങ്കൂറ്റം. അതെ, അത് ഏത് ഭാഷയാണ് അവർക്ക് മനസ്സിലാവോ ഈ പറയുന്നത്? ഓ പിന്നെ ഞങ്ങള് ഒരു 3 മാസം മുന്നേ ആണെന്ന് തോന്നുന്നു നമ്മൾ ദുബായി പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് ഫ്ലൈറ്റിൽ വന്നപ്പോഴത്തേക്കും കൂടെ ഒരു മലയാളിയാണ്, പക്ഷെ അവർ കംപ്ലീറ്റ് ഇംഗ്ലീഷ് സംസാരിച്ചു. ഓക്കെ. ഞാൻ ഈ നമ്മൾ വിൻഡോസ് അവിടെ ഇരിക്കുവാണ്, ഇവർ രണ്ടുപേരും അപ്പുറം ഭയങ്കര സംസാരം രണ്ടുപേരും കൂടെ. ഞാനിവിടെ ഇതെന്തുട്ടി പറയണ രണ്ടുപേരും കൂടെ, ചേട്ടായി പറയണ ഈ പുള്ളിക്ക് മനസ്സിലാവണ്ട, അതിന് മനസ്സിലായി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ രണ്ടുപേരും അങ്ങോട്ടും അവർ സംസാരിക്കുന്നതിന് കറക്റ്റായിട്ട് ഇങ്ങനെ ഞാൻ ചേട്ടാ ഇപ്പൊ എങ്ങനെ പഠിക്കണത്. ഇംഗ്ലീഷ് മീഡിയം പക്ഷെ എന്നെക്കാളും നന്നായിട്ട് സംസാരിക്കും. തെറ്റാണെങ്കിലും ഒരു ചമ്മലല്ല ഞാൻ പറഞ്ഞ തെറ്റി പോവും, അങ്ങനെയില്ല. അതിപ്പോ തമിഴാണെങ്കിലും അതെ അങ്ങനെ തന്നെയാ, മലയാളം ആണെങ്കിലും അങ്ങനെ തന്നെയാ, കാണുന്ന സിനിമ അത് തന്നെ, കന്നഡ എന്തുട്ടാ നമുക്ക് മനസ്സിലാവാത്ത. ഞാനും മലയാള സിനിമ ഇനിയിപ്പോൾ അതിനെന്നെ ഒന്നും പറഞ്ഞേക്കല്ലേ, ഞാനങ്ങനെ പടങ്ങൾ കാണില്ല, തിയേറ്ററിൽ പോയി കാണും പടം. യൂട്യൂബിൽ ഫുള്ള് ഇതായിരിക്കുള്ളൂ, ഹൊറർ പടങ്ങളായിരിക്കും ഫുള്ള്. കഴുത്ത് കെട്ടിയണതും എന്തോ അതും ഇതും ഒക്കെ ആയിട്ട്. അണ്ട് കഴിഞ്ഞ ദിവസം എന്താ പറഞ്ഞാൽ, ചേട്ടാ അതൊക്കെ നിർത്തി വെച്ചിട്ട് ഒരു അല്പസമയം എന്നോട് നല്ല ഭാഷയിൽ സംസാരിക്കുക, മനസ്സൊന്ന് ക്ലിയർ ആവട്ടെ എന്ന്. ഏതൊരു പടം കണ്ടത് ദിലീപ് ഞങ്ങള് ഒരുമിച്ചിരുന്ന് കാണുവാണ്. അപ്പൊ ടി വിയിൽ ഇങ്ങനെ കാണിച്ചപ്പം ഒരു സിനിമയിൽ ഇങ്ങനെ തല കീഴായി കെട്ടിത്തൂക്കി ഇട്ടിട്ട് ജയിലറല്ലേ ഞാൻ ആ സിനിമയിൽ കണ്ടാലും ഞങ്ങള് ഇവർ രണ്ടുപേരുവേ അങ്ങനല്ല അടിച്ചപ്പോ ഇത് മാത്രം ഹരം പൂണ്ടിട്ടേ ഇങ്ങനെ ഇരിക്കും. അതിട്ട് നോക്കി ദൈവം ഇതെന്താ ഒരു എക്സ്പ്രഷനും ഇല്ലല്ലേ ചേട്ടേക്ക് അതൊക്കെ കണ്ടിട്ട്. അപ്പൊ ഇങ്ങനെ പോകും കണ്ട് അതിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ഉറപ്പടം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഫൈറ്റല്ല ഈ കൊല്ലണത് ഇതൊക്കെ ഇല്ലേ, അങ്ങനെ ഇതിങ്ങനെ ഭയങ്കര ടോർച്ചർ ചെയ്തൊക്കെ ചെയ്യുന്ന പടം. നേരത്തെ പറഞ്ഞൊരു കഥ കേട്ടാ, ഇതുപോലെ കണ്ട് സോംബി പടം കണ്ടിട്ട് കിടന്നുറങ്ങി. അപ്പോൾ രാത്രിയായപ്പോഴത്തേക്ക് സ്വപ്നത്തിൽ ഞാൻ സോഹനും ഞാനും കൂടി കാട്ടിക്കൂടി പോവുക. അപ്പോൾ ഫുള്ള് സോംബികളാണ്. അപ്പം ഫൈറ്റാണ്, ഞാൻ എല്ലാവരും ഇടിക്കുന്നു, ആയിരുന്നു വെട്ടുന്നു, തലയൊക്കെ തല്ലിപ്പൊളിക്കുന്നു. ഇത് കഴിഞ്ഞപ്പോൾ സോഹനെ കാണാനില്ല. അപ്പോൾ ഒരു വീടിൻ്റെ അകത്ത് സോഹൻ്റെ കരച്ചില്ല. ഞാൻ ഓടി ചെന്നിട്ട് അതിൽ ചവിട്ടി പൊളിച്ച്, ഹീറോയാണല്ലോ അന്നേരം. നോക്കുമ്പോൾ സോഹനെ കഴുത്തെ പിടിച്ചിട്ട് സോഹൻ്റെ 3 ഇരട്ടി പൊക്കമുള്ളൊരു സോംബി നോക്കിയേ. ഞാൻ ചവിട്ടിയിട്ട് ഞാൻ തെറിച്ചു പോന്നു. അവിടെ നിന്ന് മറ്റേ ബൈക്കിൻ്റെ സൈലൻസറില്ലേ, വർക്ക്ഷോപ്പ് പോലെയുള്ള സ്ഥലങ്ങളൊക്കെ, പഴയ വണ്ടികളൊക്കെ ഇറങ്ങണം. അവിടെ നിന്ന് എടുത്തൊരു ഒറ്റ അടിയും കൊടുത്ത് അയ്യോ എന്ന് പറഞ്ഞൊരു ഒറ്റ കരച്ചിൽ, തലക്കെട്ടി ഇടിച്ച് രാത്രി ഒറ്റ ഇടിക്കേ. അവസാനം ഞാൻ അയ്യോ സോറി എന്ന് പറഞ്ഞപ്പോൾ ഇല്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞു മരവിച്ച് പോയതാ. പിറ്റേ ദിവസം ഞാൻ പെണ്ണെ എന്ന് വിളിച്ചപ്പോഴത്തേക്ക് ടോട്ടലി തിരിഞ്ഞാൽ വന്നു എൻ്റെ അടുത്തേക്ക്. ഇങ്ങനെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഷോ ചേച്ചി കെയർഫുള്ളാ. അത് കിട്ടുന്ന സമയമാകുമ്പോൾ തനിയെ വരും. കാരണം വേറൊരു ദിവസം ഇതുപോലെ തന്നെ ഇത് ഈ കിട്ടിയ ദിവസം ഓപ്പോസിറ്റ് കിടക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് കണ്ടു കഴിഞ്ഞിട്ടൊക്കെ അതെന്താ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ദേഷ്യം കയറും. ഇത് കാണുമ്പോൾ നമുക്ക് ഞാൻ പറയും കിടക്കാൻ നേരത്തെങ്കിലും ഭഗവാനെ ഞാനാണെങ്കിൽ കിടക്കുന്ന ടൈമിൽ എന്തെങ്കിലും ഭാഗവതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സപ്താഹത്തിൻ്റെ വെക്കും. അത് കേട്ടിട്ട് മന്ത്രം ചൊല്ലുന്നുണ്ട് ഇപ്പം എല്ലാ ദിവസവും. ഞാൻ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നിൽക്കും. അത് കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ കിടക്കണത്. അപ്പോഴേക്കും ഇവിടെ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര ഇംഗ്ലീഷ് സിനിമ ഒന്നല്ലേ മലയാളത്തിലായിരിക്കും കേട്ടോ. ഏത് പൊട്ടന്മാരും അത് കാണാൻ സാധ്യതയില്ല. ഇംഗ്ലീഷ് സിനിമ ഇംഗ്ലീഷിൽ കണ്ടതാണ്, അത് വീണ്ടും ഒന്നും കൂടി മലയാളത്തിലും കൂടെ ഡബും കൂടെ എല്ലാം കാണും. പിന്നെ കണ്ടിട്ട് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കുത്തും വെട്ടൊക്കെയാണ്. ഞാൻ എന്താ തല തിരിഞ്ഞ് ഇപ്പുറത്ത് വന്ന് കിടന്നതാ, കാലിൻ്റെ അടുത്ത് എൻ്റെ തല അങ്ങനെ കിടന്നതാണ്. ആ സിനിമ കഴിഞ്ഞിട്ട് നേരെ തിരിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് കിടന്നു. ആ കിടക്കലിനെ എൻ്റെ തലക്കിട്ട് അടിച്ചത്. ഒരു ഹെൽമെറ്റ് മേടിച്ച് വെച്ചിട്ട് കിടക്കാൻ പണ്ട് ഇതുപോലെ ഓട്ടോറിക്ഷയ്ക്ക് യാത്ര ചെയ്യുക. അപ്പം ഞങ്ങൾ ഇപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ കൈ പുറകെ ഇട്ടിട്ട് അന്ന് മറ്റേ റിസർവ് ആക്കണ ബാക്കിലല്ലേ. അപ്പോൾ രശ്മിയായിട്ട് ഇടഞ്ഞ് രശ്മിക്കിട്ടൊരു അടി കൊടുത്തു ഓട്ടോറിക്ഷക്കാരൻ. ഞാൻ ചാടി ഒറ്റ അടി ഓട്ടോറിക്ഷക്കാരൻ്റെ കൊടുത്തപ്പോൾ അമ്മച്ചേ അതും കൊണ്ട് സ്വപ്നത്തിൽ ഓട്ടോറിക്ഷക്കാരൻ്റെ അടി കൊണ്ട് റിയലായിട്ട് എൻ്റെ അടി കൊണ്ടിട്ടുണ്ട്. അതേ പിന്നെ ഇപ്പില്ല, ഇപ്പൊ കൊറേ ആയിട്ട് സ്വപ്നം കാണലില്ല. അതുകൊണ്ട് ഞാൻ അവിടെയുള്ള എല്ലാ മാരകായുധങ്ങളൊക്കെ മാറ്റി വെച്ച്